ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിൽ ഡാമിനെന്ന ചെറു ഗ്രാമത്തിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. 1-2 ദിവസങ്ങളായിട്ട് ഡാമിനും അതിനോട് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്നെന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അതായത് ഡാമിൻ വില്ലേജിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ നേരെ ഇനി തിരിച്ചു പോകുന്നത് ഇറ്റാനഗറിലേക്കാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഇറ്റാനഗറിൽ നിന്ന് ഡാമിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെ. അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് വഴിയാണ് മോനെ കാണേണ്ടത്. അതെന്തായാലും നിങ്ങളെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രയുടെ അവസാന ലാപ്പാണ് കേട്ടോ. നമുക്കിനി അച്ഛന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം. നമ്മോടൊപ്പം ജോമാനച്ചനും പിന്നെ 2 സിസ്റ്റേഴ്സും വരുന്നുണ്ട്. നമ്മുടെ വാഹനത്തിലല്ല, അവരവരുടെ വാഹനത്തിൽ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കാം. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ ഇവരുടെ ഗ്രാമത്തിലുള്ള കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഇതുണ്ടോ, ഇതിന് പറയുന്നത് ദാവ് എന്നാണ്. അത്യാവശ്യം നല്ല വിലയുള്ളൊരു സാധനമാണ് കേട്ടോ. ഒരു 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്നൊരു സാധനമാണ്. നമ്മൾ വിചാരിക്കും ഈ ഒരു കത്തിക്കൊക്കെ ഇത്രയും വിലയുണ്ടോയെന്ന്. ആക്ച്വലി ഇത് നല്ല വിലയുള്ള സാധനമാണ്. ഇത് ചൈനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരിങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ് ഈ ഒരു സാധനം. ഇവർ പ്രധാനമായിട്ടും പിന്നെ വെട്ടാനൊന്നും അല്ല കേട്ടോ, ആരെയും കൊല്ലാനൊന്നും അല്ല. ഇവരുടെ പ്രധാന ഫെസ്റ്റിവലാണ് ലോങ് ടേ. ഈ ലോങ് ടേ ഫെസ്റ്റിവലിനാണ് ഇത് പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ബായിയോട് ചോദിച്ചപ്പം ബയ്യ പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇവർക്കുള്ളെങ്കിൽ ഒരു കല്യാണം കഴിച്ചു വിടുമ്പം സ്ത്രീധനമായിട്ട് ഈ ഒരു വാൾ അവർ കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ഇത് മാത്രമല്ല ഉൾട്ടാ ടേക്ക് ഇതിൻ്റെ വലിയ പരിപാടികൾ നമുക്കറിയില്ല, എന്നാലും ഓക്കെ. അതോടൊപ്പം തന്നെ ഉണ്ടോ, ഇവിടെ നമുക്ക് ഒരെണ്ണം കാണാം, അവിടെ ഒരെണ്ണം കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മരം വെട്ടാനൊക്കെ ആയിട്ട് അവർ എപ്പോഴും കാട്ടിലൊക്കെ പോകുമ്പോഴത്തേനും ഉണ്ടോ, നല്ല മുറിച്ചുള്ളതാണ്. അത് ഒരു കാട്ടിലൊക്കെ പോകുമ്പോഴത്തേനും ഈറ്റയൊക്കെ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ തടിയൊക്കെ മുറിക്കാനൊക്കെ ആയിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കും. അത് ഇവരുടെ എപ്പോഴും പുറകിൽ കാണും ഇങ്ങനത്തെ ഒരു കത്തി. ഇതൊക്കെ ഇവർ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ നെയ്തെടുത്ത് ഇങ്ങനെ ഇതിന് പിടിയായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, ഈ ഒരു കവർ അവർ നിർമ്മിച്ചിരിക്കുന്നത് കുരങ്ങിൻ്റെ തോലാണ്. കുരങ്ങിൻ്റെ തോൽ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഒരു ഇതിൻ്റെ കവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുക, തടി അല്ലെങ്കിൽ മുള കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു കവർ കൂടെ ഉണ്ട്. അതിനെ പൊതിഞ്ഞ് ആണ് ഈ ഒരു കുരങ്ങിൻ്റെ തോല് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവിടെ കുരങ്ങൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കുരങ്ങൊന്നും ഇവിടെയില്ല, ഉള്ളതിനൊക്കെ അവരിങ്ങനെ വെടിവെച്ച് പിടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ കുരങ്ങൊന്നുമില്ല. ഇനി ഉൾക്കാടുകളിൽ മാത്രമേ നമുക്ക് കുരങ്ങനെ കാണാൻ സാധിക്കൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ പിടിച്ച കുരങ്ങിൻ്റെ രോമങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും അതങ്ങനെ. ഇനി മറ്റൊരു കത്തി കാണാൻ സാധിക്കുന്നത് ഇതുണ്ടോ, ഇത് മൂർച്ചയൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് സെൽഫ് ഡിഫെൻസിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പഴയ കാലത്ത്. ഇപ്പോൾ ഒന്നും അക്രമങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ ഒരു സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 കത്തികളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദാവിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞില്ല, ഇത് അറിയപ്പെടുന്നത് ദാവ് എന്നാണ് ഇവരുടെ ഭാഷയിൽ. പിന്നെ വേറൊരു സാധനം നമുക്കിവിടെ കാണുന്നുണ്ടോ, ഇതും ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു ഫാൻസി ടൈപ്പ് ഒരു സാധനമാണ്. ഇവരിങ്ങനെ കിളികൾ മാത്രമല്ല, ഇതുണ്ടോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴുകൻ്റെ തൂവൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടൊരു എന്താ പറയുക, ഒരു കിളിയുടെ രൂപത്തിൽ തന്നെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി അവർ നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ നഖങ്ങളൊക്കെ, ഈ കഴുകൻ്റെ നഖങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ എന്താ പറയുക, ഇത് ഏക്കാ ഹേ ഭയ്യ ഏവല ബാമ്പു പേഡ്ക. ഓക്കെ. അപ്പോൾ ഇത് എന്തോ ഒരു മരത്തിൻ്റെ ഒരു സംഭവം കൊണ്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ, ഇങ്ങനെ നെയ്ത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അവരുടെ ഒരു ഫാൻസി ടൈപ്പ് സാധനമാണ്. ഇതും ഇവരുടെ ഫെസ്റ്റിവലിനാണ് ഇവർ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി എൻ്റെ തലയിലിരിക്കുന്ന തൊപ്പി, ഇതാണ് ഇവരുടെ പ്രധാന ഐറ്റം. ഇത് ഇവരുടെ എല്ലാ ഫെസ്റ്റിവൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാലും അല്ലെങ്കിൽ ഒരു മാരേജ് വന്നാലും മരണം വന്നാലൊക്കെ ഇവർ ഈ ഒരു തൊപ്പി ഉപയോഗിക്കും. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ, ഇതിങ്ങനെ നെയ്ത് മനോഹരമാക്കി എടുത്തിരിക്കുന്ന ഒരു തൊപ്പിയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുരങ്ങൻ്റെ രോമമുണ്ട്, മയിൽപ്പീലി, ചിലർ മയിൽപ്പീലി വെക്കുന്നുണ്ട്, ഒരു കൊമ്പ് നമുക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടുപുറകിലായിട്ട് കഴുകിൻ്റെ തന്നെ ഒരു ചിറക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു തൊപ്പിയാണ് അവരുടെ എല്ലാ ഫെസ്റ്റിവലിനും, എന്ത് ചടങ്ങ് വന്നു കഴിഞ്ഞാലും അവർ ഈ ഒരു തൊപ്പി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ പറയുകയാണെങ്കിൽ. പിന്നെ ഇവരുടെ വസ്ത്രമുണ്ട്. വസ്ത്രങ്ങളെക്കുറിച്ച് ഇപ്പം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇങ്ങനത്തെ ഒരു പ്രത്യേകതരം വസ്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ചില വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളൊക്കെ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാറുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഫെസ്റ്റിവൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആ രീതിയിലുള്ളൊരു വസ്ത്രം അണിഞ്ഞിട്ടാണ് അവർ അന്ന് വന്നത്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എപ്പോഴും അവരങ്ങനെ ആ ഒരു വസ്ത്രം അണിഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഇപ്പോൾ പുരുഷന്മാരൊക്കെ ആണെങ്കിലും സാധാരണ രീതിയിൽ നമ്മളെപ്പോലെയൊക്കെയുള്ള വസ്ത്രമാണ് അവർ ഉപയോഗിക്കുന്നത്.
പക്ഷേ എന്തെങ്കിലും ഫെസ്റ്റിവൽ വന്നു കഴിയുമ്പോഴത്തേനും അവരെല്ലാം ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരികയും പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ഒരു ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ. നമ്മളും ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. കാരണം ഇത്രയും വിലയുള്ള ഒരു കത്തിയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വില വരുന്ന രീതിയിലുള്ള കത്തികൾ ഇവരുടെ കൈകളിലുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമ്മളെ കാണിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേനും വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു കത്തി അല്ലെങ്കിൽ ഈ ഒരു ദാവ്. നമ്മൾ നേരത്തെ ജോമോൻ അച്ഛനെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. പക്ഷേ ഒരച്ഛനെ നമ്മൾ പരിചയപ്പെടാനായിട്ട് വിട്ടുപോയതിന് ഒരു പ്രധാന കാരണം അദ്ദേഹം കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഈ പള്ളിയുടെ ഓരോ കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം പുറത്തൊക്കെ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ അഗസ്റ്റിൻ എന്നാണ്. അദ്ദേഹം മണിപ്പൂർ സ്വദേശിയാണ്. ഓക്കെ ഫാദർ, നൈസ് മീറ്റിംഗ് യു. Thank you for coming. Yeah. You are most welcome again. Okay, Father. In the future. So, okay. Can you please tell our viewers about you? I'm Father Augustine. I'm from Manipur originally. I belong to Naga tribe, one of the Naga tribes in Manipur. I came as a missionary here in the year 2009, and I joined this mission diocese. And today I'm here in this Damin Parish, St. Peter's Parish, Damin. It's going to be 1 year, and I'm with Father Jomon. We are trying our best to reach out to the people who are in the far-flung villages, and we are giving a pastoral care. Okay. That is how we are here. How long you are in priesthood? I'm already complete. I have completed 3 years. Now it is 4th year. This is my 4th year running. So 4th year of priesthood. Yeah. And you are so happy? Yes, I'm happy. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മണിപ്പൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു നാഗ ട്രൈബിലുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ എത്തിയത് മെയ് മാസത്തിലാണ്. ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മിഷണറി പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹം ഈ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് എത്തിയിട്ട് അദ്ദേഹം ഒരു പുരോഹിതനായിട്ട് ഏകദേശം 3 വർഷമാവുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഫാദർ അഗസ്റ്റിൻ്റെയും ഫാദർ ജോമോൻ്റെയും ഒക്കെ ഒരു ആതിഥ്യത്തിലും സ്നേഹത്തിലുമൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രീസ്റ്റ് ഹൗസിൽ താമസിച്ച് വന്നത്. അപ്പോൾ അവർ നല്ല രീതിയിലൊക്കെ നമ്മൾ കെയർ ചെയ്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ ആഹാരത്തിനുമൊക്കെ അവർ നല്ല കെയറിങ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി പറയാണ്. Father Augustine, thank you so much. We are so grateful to you and your you. love and care. Your presence was a blessing for us. Okay, Father. Come and explore once again. Thank you. Thank you very much. God bless you. Yeah. Father, thank you for your hospitality. Thank you very much. Okay, we are You are leaving most today. welcome again. Okay. Yeah, thank you, Come Father. again. Okay, Come again. okay. Your presence was Oh, a blessing. okay. Yes. Yes, ജോമനച്ചൻ. ഓക്കെ, അച്ഛൻ നമ്മളോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേരെന്താണ്? സീറോ. സിസ്റ്റേഴ്സിനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഇത് നമ്മുടെ സുഹൃത്താണ് കേട്ടോ. നമ്മുടെ യാത്രയ്ക്കൊക്കെ ഇദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഇവരെല്ലാവരും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ്. നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. നമ്മളെ പോകുന്നറിഞ്ഞ് വന്നതാണ് ഇവരെല്ലാം നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സും തിരിച്ചു പോവുകയാണ്. സിസ്റ്റേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയണം. കാരണം നമുക്ക് ഇവിടെ നിന്ന ദിവസങ്ങളിലെല്ലാം 4 നേരം ഫുഡ് ഉണ്ടാക്കി തന്നത് സിസ്റ്റേഴ്സാണ് കേട്ടോ. സിസ്റ്റേഴ്സ് മാത്രമല്ല, നമ്മുടെ അഗസ്റ്റിനച്ഛനും കൂടിയാണ്. അങ്ങനെ അവരെല്ലാം കൂടെ ചേർന്ന് നമ്മളെ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ കൊണ്ട് കാണിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് സഹായിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പായലിഞ്ചോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ടുള്ള യാത്ര തുടരാം. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇറ്റാനഗറിലേക്കുള്ള യാത്ര. ഇനിയാണ് നമ്മുടെ വഴി, അല്ലേ സാറേ? അതെ. ഇനിയാണ് എല്ലാവരും വഴിയൊക്കെ നമ്മൾ കാണിക്കുന്നത്. അന്ന് നമ്മൾ വന്നപ്പോൾ ഇരുട്ടല്ലായിരുന്നോ? ഇരുട്ടായി പോയി. ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ നമ്മളിവിടെ എത്താനായിട്ട്. കാരണം ഇത് കുറേ സ്ഥലങ്ങളിൽ തിരിവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറേ സ്ഥലങ്ങളിൽ റേഞ്ച് ഇല്ല. പിന്നെ കുറേ ആൾക്കാരുടെ വഴിയിലൊക്കെ വഴി ചോദിച്ചു. പിന്നെ അത് മാത്രമല്ല, റേഞ്ച് കിട്ടിയ സ്ഥലങ്ങളിൽ അച്ഛനോട് വിളിച്ച് വഴി ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡാമിൻ വില്ലേജിലേക്ക് എത്തിച്ചേർന്നത്. വളരെ ദുർഗണം പിടിച്ച പാതയായിരുന്നു. ഓഫ് റോഡായിരുന്നു കുറേ ഭാഗങ്ങളൊക്കെ. കുറേ ഭാഗങ്ങൾ ഓഫ് റോഡായിരുന്നു. അങ്ങനെയൊക്കെ താണ്ടി ഒരു തരത്തിൽ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നതാണ്. ആ ഒരു ഇത് ഓർക്കാനേ വയ്യ. നമ്മൾ ശരിക്കും പല സമയങ്ങളിൽ നമ്മൾ വിചാരിച്ചിരുന്നു വഴിയിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഉറങ്ങണമെന്നുള്ള. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഒന്ന് ചോദിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ ആളില്ല, ചില സ്ഥലങ്ങളിൽ റേഞ്ച് ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും കാണുന്ന ഒരു ചെറിയ വില്ലേജിനടുത്ത് എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തായാലും പോന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേനും സമാധാനമായി. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ചിത്രീകരിക്കാനും സാധിച്ചിരുന്നില്ല. നമ്മൾ രാത്രി ആയപ്പോഴത്തേനുമാണ് ശരിക്കും ദുർഘടം പിടിച്ച പാത എത്തിയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്നും കൂടെ ഇവിടെ എത്തുക എന്നുള്ളൊരു ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട്
മാക്സിമം നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ഇവിടെ ഓടിപ്പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എന്തായാലും വളരെ സേഫായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. അച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഗ്രാമങ്ങളിൽ പോകാനും, പിന്നെ അത് മാത്രമല്ല അവരോടൊക്കെ ഒരു യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോഴുണ്ടായ ഒരു സങ്കടം അതും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. കാരണം ആ ഗ്രാമവാസികളൊക്കെ നമ്മോടൊപ്പം കുറേ ദിവസങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വൈകിട്ട് സമയങ്ങളിൽ, ഇപ്പോൾ രാത്രി സമയങ്ങളിലൊന്നും അങ്ങനെ അധികം ചിത്രീകരിച്ചിട്ടില്ല, അല്ലാത്ത സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ രാത്രി സമയങ്ങളിലൊക്കെ ഗ്രാമത്തിലുള്ളവരൊക്കെ അവിടെ വരും, നമ്മളുമായിട്ട് കുറേ നേരം സംസാരിച്ച് അവിടെ ഇരിക്കും. അവിടെ ഒരു ചെറിയ ഷെഡുണ്ട്, കാണിച്ചിരുന്നല്ലോ, അവിടെ ആ തീ കായുന്ന ആ ഒരു പ്ലേസ്. ആ ഒരു സ്ഥലത്തിരുന്ന് ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. പിന്നെ നമ്മുടെ ധാബ് കൊണ്ടുവന്ന ബയ്യ ഉണ്ടല്ലോ, അദ്ദേഹമൊക്കെ ശരിക്കും നമ്മോടൊപ്പം തന്നെയായിരുന്നു എപ്പോഴും. അപ്പോൾ അദ്ദേഹം എപ്പോഴും വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. പ്രത്യേകിച്ച് കുശലമൊക്കെ അന്വേഷിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. രാവിലെ പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേനും തന്നെ ഓടി വന്നതാണ്. അങ്ങനെ എല്ലാവരും വന്നു, അവരോടൊക്കെ യാത്ര പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നമ്മൾ പറഞ്ഞു വരണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ ലേറ്റായി. നമ്മൾ ഇനി ഇറ്റാനഗർ എത്തുമ്പോഴത്തേനും നല്ല രാത്രിയാവും. ഇറ്റാനഗറിൽ നമുക്ക് പിന്നെ സ്റ്റേ ചെയ്യാനായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഫാദറുണ്ട്, ഫാദർ കുര്യാക്കോസ്. ഫാദർ കുര്യാക്കോസാണ് നമ്മൾ ഇങ്ങോട്ട് വിട്ടത് കേട്ടോ. അച്ഛൻ നമ്മുടെ ജോമൻ അച്ഛനെ വിളിച്ച് പറഞ്ഞ് അച്ഛൻ അങ്ങനെ നമ്മളെ ഇങ്ങോട്ട് സ്വീകരിച്ചു. പിന്നെ നമ്മുടെ സുധിയും നമ്മളെ ഹെൽപ്പ് ചെയ്തു ഒരുപാട്, ബാക്ക് പാക്കർ സുധി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇറ്റാനഗറൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഡാമിൻ വില്ലേജിൽ നിന്ന് പോയി കാണണം. വളരെ ഭംഗിയുള്ളൊരു വില്ലേജാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജോമൻ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആകുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ രണ്ടും കൽപ്പിച്ച് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. കാരണം ഇനിയൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് കാര്യമില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ 1ൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ വന്നില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇറ്റാനഗറിലേക്ക് പോകാം. പോകുന്ന വഴിയിലൊക്കെ ഓരോ കാഴ്ചകളും ഇവിടുത്തെ വഴിയുടെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ക്യാമറയിൽ എത്രമാത്രം അത് ഫലിക്കും എന്നെനിക്കറിയത്തില്ല. പക്ഷേ നമ്മളിതിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അച്ഛനൊക്കെ പറയുന്നത് ആദ്യകാലങ്ങളിൽ ഈ 350 കിലോമീറ്ററോളം ഓടിയെത്താനായിട്ട് 3-4 ദിവസം എടുക്കുന്ന സമയങ്ങൾ വരുമായിരുന്നു. ആ സമയങ്ങളിൽ ഇവരുടെ പ്രീസ്റ്റ് ഹൗസുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കിടന്നിട്ടാണ് പോരുന്നത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഡ്രൈവ് ചെയ്ത് അവർ പോരില്ല. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു പുതിയ വഴി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 80 കിലോമീറ്ററോളം ലാഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 80 കിലോമീറ്റർ ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു കാര്യമാണ്. 80 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് നിസ്സാരമല്ല, ഓടി തീർക്കാമെന്ന്. ഇവിടുത്തെ മലഞ്ചെരിവുകളിലൂടെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർഘടം പിടിച്ച പാതയാണ്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ, പിന്നെ വഴിയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ട് വേണം പോരാനായിട്ട്. പ്രത്യേകിച്ച് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങളില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വഴിയിലൂടെ വരാനായിട്ട് സാധിക്കില്ല കേട്ടോ. അത് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാം. ഇവിടെയാണ് ഒന്നാമത്തെ ഘട്ടം. ഇതുണ്ടോ, ഇങ്ങോട്ട് നോക്കിയേ, താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഗർത്തമാണ്. കണ്ടോ, നേരെ പുഴയിൽ പോയി കിടക്കും. വളരെ വീതി കുറവാണ്. കറക്റ്റ് ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. നമ്മുടെ വാഹനം ചെറുതായതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ, ബൊലോറയോ സ്കോർപ്പിയോ ഒക്കെ ആണെങ്കിൽ കറക്റ്റ് വീതിയുള്ളൂ ഈ ഒരു വഴിക്ക് കടന്നു പോകാനായിട്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടോ ഇടിഞ്ഞിരിക്കുക. ഇവിടെയൊക്കെ ഇങ്ങനെ മല ഇങ്ങനെ ഇടിഞ്ഞ് വീണ്, മഴയുടെ കാടിൻ്റെയും മൂലം മലയൊക്കെ ഇടിഞ്ഞ് വീണ് റോട്ടിലേക്ക് വീണ് അവരത് ക്ലിയർ ചെയ്യും. ഉണ്ടോ, ഇവിടെയൊക്കെ നോക്കി, ഇതിനോടൊക്കെ ചേർന്ന് പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് താഴേക്ക് പോകും. ഇവിടെ ഒന്നും വഴിയില്ല. ഉണ്ടോ, ഇവർ പിന്നെയും അകത്തേക്ക് മല തുരന്ന് കയറിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ അങ്ങ് താഴേക്ക് പോകും. ഭയങ്കര ഡേഞ്ചറാണ് ഈ വഴി. ഇതിലൂടെ കയറ്റം കയറി വരുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് കയറ്റം കയറി വരുമ്പോൾ ചിലപ്പോഴേ കയറിയില്ലെങ്കിൽ പെട്ടുപോകും. എവിടെയെങ്കിലും വെച്ച് ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നേരെ റിവേഴ്സ് അങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും മുൻകരുതലെടുത്തിട്ട് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. പരമാവധി കയറ്റമൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് ഇട്ട് തന്നെ കയറി പോരുക. നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് സെക്കൻഡൊക്കെ ഇട്ട് വന്നിട്ട് ഫസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നു വരില്ല. അപ്പോഴൊക്കെയാണ് ഈ അപകടങ്ങൾ വരുന്നത്. വലിയൊരു കയറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയില്ലാത്ത വഴിയും കൂടി ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന പോലെ ഫസ്റ്റ് തന്നെ വേണം പോരാനായിട്ട്. ഉണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഉണ്ടോ, നമുക്ക് ഉണ്ടോ, ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ വഴിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ. അരുണാചൽ പ്രദേശ് മാത്രമല്ല കേട്ടോ, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, അതോടൊപ്പം തന്നെ കാശ്മീർ, ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേനും ഇതുപോലത്തെ വഴികളാണ് മൊത്തം. പിന്നെ ഇതൊക്കെ ഒരു വിശ്വാസത്തിലങ്ങ് പോവുക, അത്ര തന്നെ. സേഫ് ജേർണി എന്നൊന്നും നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കില്ല. ഈ മലയാണ് പ്രധാന പ്രശ്നം. മഴക്കാലങ്ങളിലൊക്കെ ഈ വഴിയിലൂടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചിന്തിക്കാൻ പോലും വയ്യ. കാരണം എപ്പോൾ വേണമെങ്കിലും മല ഇടിയാം. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മല ഇടിഞ്ഞിട്ട് രണ്ടാമത് അവരിങ്ങനെ ആ ഭാഗം ഇങ്ങനെ വകഞ്ഞു മാറ്റിയിരിക്കുകയാണ്. ആ വകഞ്ഞു മാറ്റിയതിൻ്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു വഴി. അച്ഛനൊക്കെ ഇവിടെ നിൽക്കുന്നു. അച്ഛനും സിസ്റ്റേഴ്സോ?
ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണോ? ഞങ്ങള് വിചാരിച്ച് നിങ്ങൾ പാഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നടക്കട്ടെ. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ മുന്നോട്ട് പോവാ. ഓക്കെ ഓക്കെ സിസ്റ്റർ. അച്ഛാ ഓക്കെ. അച്ഛനെവിടെ? സിസ്റ്ററെ ഓക്കെ. അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലുള്ള സുമോ സർവീസാണ് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു സുമോ എടുക്കുന്നുണ്ടല്ലേ, ഇതുപോലത്തെ സുമോ സർവീസാണ് ഇവിടെ എല്ലാ ഭാഗങ്ങളിലും. സുമോ സർവീസ് ഇല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടാനേ സാധിക്കില്ല. വേറെ ഒരു മാർഗ്ഗമില്ല. ഇവർക്കങ്ങനെ എല്ലാ വീടുകളിലൊന്നും വാഹനമില്ല. ഇങ്ങനെ സുമോ ടാക്സി ആയിട്ട് പോകുന്നതുകൊണ്ട് അവരതിൽ കയറി ഇറ്റാനഗറിലേക്കൊക്കെ വരും. ഇപ്പോൾ നമ്മൾ തവാങ്ങൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് അവിടെ നിന്നും ഇതുപോലത്തെ സുമോ സർവീസ് ഉണ്ട്. സുമോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗുവാഹട്ടിക്കും അതോടൊപ്പം തന്നെ ആസാമിലെ പല പ്രദേശങ്ങളിലേക്കും പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആകെ ഉള്ളത് അച്ഛൻ പറഞ്ഞത് 2 സുമോയാണെന്നാണ് പറഞ്ഞത് ഈ ഡാമിൽ. അപ്പോൾ അത് രാവിലെ മാത്രമേ ഉള്ളൂ. രാവിലെ പോയി കഴിഞ്ഞാൽ ആ സുമോ അവിടെ പോയി ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഇവിടുന്ന് കൊണ്ടുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. പിന്നെ ആൾ കുറവാണെങ്കിൽ സുമോ സർവീസ് ഉണ്ടാകില്ലെന്നും കൂടിയാണ് അച്ഛൻ പറഞ്ഞത്. സൈഡിൽ കൂടെ ഇങ്ങനെ മനോഹരമായി ഒഴുകുന്ന പുഴ ഉണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. നല്ല കുത്തി ഒലിച്ചാണ് പോകുന്നത്. നല്ല കുത്തി ഒലിച്ച് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇപ്പോൾ ആ വെള്ളത്തിൽ പോയി ഒന്ന് കൈതൊട്ട് നോക്കണം. നല്ല തണുപ്പായിരിക്കും. ഹിമാലയം സാനുക്കളിൽ നിന്ന് ഉറഞ്ഞ് ഒഴുകി വരുന്ന പുഴയാണ് താഴെ കൂടെ പോകുന്നത്. അതിൻ്റെ സൈഡിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഓരത്തിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. മലഞ്ചെരുവിലൂടെ ഇങ്ങനെ അങ്ങ് കാഴ്ചകളൊക്കെ കണ്ടുപോവുകയാണ്. സാറ് കാഴ്ച കാണണ്ട, ഞാൻ കാഴ്ച കണ്ടോളാം. സാറ് കാഴ്ച കണ്ട നമ്മൾ പിന്നെ താഴെ പോരുന്ന കാഴ്ച കണ്ടുവരും. അത് കറക്റ്റാ. സാറിന് വീഡിയോ വരുമ്പം കാഴ്ച കണ്ടാൽ മതി. കാഴ്ച കണ്ടാൽ മതി. ഓ, ഇവിടെയൊക്കെ മുഴുവൻ പോയല്ലോ സാറേ. ഉണ്ടോ? ഈ ഒരു ഭാഗം മുഴുവൻ മലയിടിഞ്ഞു. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അച്ഛൻ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, മഴ പെയ്യുമ്പോഴേ ഈ റോഡ് എപ്പോഴും ഇടിഞ്ഞു വീഴും. നമ്മൾ ശ്രദ്ധിച്ചാണല്ലോ ഇവിടുത്തെ ആ ഒരു മണ്ണിന്റെ ഘടന. അത് അങ്ങനെ ഒരു പിടുത്തമില്ലാത്ത മണ്ണാണ്. അവര് റോഡ് ഉണ്ടാക്കും, മഴ പെയ്യുമ്പോൾ ഈ മല ഇടിഞ്ഞ് റോഡിലേക്ക് സ്ഥിരം വീഴും. അപ്പൊ അവരത് ബുൾഡോസർ വെച്ച് നീക്കും, പിന്നെ ടാറിടും. അപ്പൊ ഈ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞത് ഈ അരുണാചൽ പ്രദേശിലെ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്, ഒരിക്കലും തീരാത്ത പ്രോസസ്സാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് പിന്നെ അത് മെയിൻ്റനൻസ് വരുന്നില്ല. ഇവിടെ നിരന്തരം മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ റോഡിന്റെ പരിപാടി. ശരി, അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. കാരണം ഇവിടെ ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ ചിലപ്പം 1 മാസം ചിലപ്പം നിൽക്കും, ചിലപ്പം ഒരാഴ്ച പോലും നിൽക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനത്തെ അവസ്ഥകളാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ യാത്ര ചെയ്ത സമയത്ത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, BRO, അവര് ആണല്ലോ ഈ അതിർത്തി റോഡൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റോഡ് തന്നെ പലയിടങ്ങളിലും ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതെ അതെ അതെ. ആ പുതിയ റോഡ് പോലും വെട്ടുന്നത് ഇടയ്ക്ക് ഇടിയുന്നുണ്ട് അല്ലേ? അതാണ്. മഴക്കാലത്ത് ഒരിക്കലും സേഫ് അല്ല ഈ ഒരു ഭാഗത്ത് വരുന്നത്. അച്ഛൻ പറഞ്ഞത് മഴക്കാലം ആകുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയാലെന്ന് പറഞ്ഞത്. കാരണം അച്ഛൻ അറിയാം, അല്ലെങ്കിൽ അച്ഛൻ ആരോടെങ്കിലും വിളിച്ചു ചോദിക്കും റോഡിന്റെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇതിലെ സുമോക്കാർ പോകുന്നുണ്ടല്ലോ, അപ്പൊ അവരോടൊക്കെ ഒന്ന് ചോദിക്കും. അപ്പൊ അവര് ഓക്കെ ഒക്കെ പറഞ്ഞാൽ മാത്രമാണ് അച്ഛൻ പോകുന്നത്. അത്ര എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛന്റെ വാഹനമൊക്കെ ആയിട്ട് പോകുള്ളൂ അച്ഛൻ പറഞ്ഞത്. നമ്മുടെ ജീവനും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ മലയിടിഞ്ഞ മലയും കല്ലും എല്ലാം കൂടെ വണ്ടിയുടെ പുറത്തേക്ക് വന്ന് വീണാൽ അതാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ വഴി അങ്ങനെ അധികം ആൾക്കാർ സഞ്ചരിക്കുന്നില്ലല്ലോ. വല്ലപ്പോഴും ഒരു വാഹനം പോയപ്പോഴാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? ശരിയാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് അരുണാചൽ പ്രദേശ് ഏതാണ്ട് 95% കാടാണ്. ജനസംഖ്യ ആണെങ്കിൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കുറവാണ് ഇവിടെ. വല്ലപ്പോഴും ആരെങ്കിലും ഇവിടെ കണ്ടാലായി. വഴി ചോദിക്കാൻ പോലും ആരെയും കാണാറില്ല. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വഴിയൊക്കെ നോക്കി, ഒരു വിജനമായ ഒരു വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അടുത്തൊരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ സ്ലിപ്പ് ആകുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെ ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തെന്നി മാറിയാണ് പോകുന്നത്. ഇങ്ങനത്തെ കുറേ വഴികളും ഉണ്ട് കേട്ടോ. ഈ മണ്ണ് ഇടിഞ്ഞിട്ടേ അവിടെ ഇവരിങ്ങനെ ചാല് പോലെ വെട്ടി ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴയൊക്കെ പെയ്ത് ഇവിടെ വെള്ളമായി കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. വഴുക്കലുണ്ട്, അതാണൊരു പ്രശ്നം. ഇതിലും നല്ല ഭംഗിയായിട്ട് ഒഴുകുന്ന പുഴയാണ് എന്നെ കടാതെ ആകർഷിക്കുന്നത്. എന്തായാലും വരുന്ന വഴിയിലൊന്ന് വാഹനം ഒന്ന് നിർത്താനുള്ള ഇടയൊന്നുമില്ല. പിന്നെ വാഹനങ്ങളൊന്നും അധികം വരുന്നില്ലോ. എന്തായാലും ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇതുപോലെയാണ് റോഡ് ഇടിഞ്ഞിരിക്കുന്നത്. കണ്ടോ, അവിടെ തുഞ്ചത്ത് പോയി നിൽക്കണ്ട സാറേ, പണി കിട്ടും. ഇത് കണ്ടോ, ഉള്ളിലോട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഇങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേ കൂടെ ഒക്കെ വാഹനം വരുമ്പം
അപ്പോൾ ജസ്റ്റ് ഇതിലേനും വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ടയർ കൊണ്ടതാ ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വീതിയുള്ളൂ. നമ്മൾ സൂക്ഷിച്ച് വന്നില്ല പണി കിട്ടും. ഈ ഒരു കല്ല് കണ്ട അടുത്ത മഴയ്ക്ക് എന്തായാലും അത് വീഴും. അതെ അതെ ഈ കാണുന്ന കല്ല് അതെ അതെ ഉറപ്പാണ് അല്ലേ? ഇതൊന്നും മല ഇടിഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ മല ഇടിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയതാണ് കാണുന്നത്. അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾക്ക് ഇതാ കിടക്കുന്നു മലയുടെ തൊട്ട് താഴെ ആ പുഴ ഒഴുകുന്നു. ഇതാണ് പൊതുവെയുള്ള ഇവിടുത്തെ അവസ്ഥ അരുണാചൽ പ്രദേശിലെ. പക്ഷെ ആ വെള്ളത്തിന്റെ നിറം നോക്ക്, എത്ര ശുദ്ധമായിട്ടുള്ള ജലം, എത്ര ഭംഗിയായിട്ട് ഒഴുകുന്നല്ലേ. ഒരുതരം നീലയും പച്ചയും കലർന്ന ഒരു നിറം. അതാണ് ചില സ്ഥലങ്ങളിൽ നല്ല നീല, ചില സ്ഥലങ്ങളിൽ പച്ച. ഓ എന്തൊരു വനമെന്ന് നോക്കി, നല്ല ഹൈറ്റ്. അതാണ്. എന്താ പൊന്നോ, ഇതാണ് നമ്മുടെ വഴി അല്ലേ. ഇതാ നമ്മുടെ വാഹനം കിടക്കുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ച കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, ഈ ഒരു റോഡിൻ്റെയൊക്കെ അവസ്ഥകൾ. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ടുള്ള യാത്ര തുടരാം. എന്തായാലും ഇവിടെ ഈ ഒരു വഴി കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തി കാണിച്ചാണ്. അപ്പോൾ സാറേ ഓക്കെ. ഇവിടെ ഇച്ചിരി സൂക്ഷിച്ചോട്ടെ സാറേ. ഇവിടെ കുറച്ചുകൂടി ദുർഘടം പിടിച്ച പാതയാണ്. ഇവിടെ മല ഇടിഞ്ഞ് റോഡില്ല ശരിക്കും. ഓ എൻ്റെ പൊന്നേ മതി. ഈ വഴി കൂടെയൊക്കെയാണ് സാറേ നമ്മൾ രാത്രി വന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ആയതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ശരിക്കും ഇങ്ങനത്തെ വഴിയായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വരില്ലായിരുന്നു. നോക്കി അപ്പുറത്തെ പുഴ, പുഴയുടെ തുഞ്ചത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു വണ്ടിയെ പോകുന്നു. ഹോൺ അടിച്ചാറേ, വല്ല വണ്ടിയും വന്നാൽ നമ്മൾ പെടും. ഓ എൻ്റെ പൊന്നോ. അങ്ങനെ മൂന്നാമത്തെ ദുർഘടം പിടിച്ച പാതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താ ഒരവസ്ഥ. ഇതിലെ ഈ മണ്ണിങ് ചെളിയായിട്ട് കിടക്കുന്നതുകൊണ്ട് വണ്ടി സ്ലിപ്പ് ചെയ്യാനൊരു സാധ്യത. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, എന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞത്. തെന്നിയാനെ പോയാലേ പണി പാളും. അപ്പോൾ ഇനി ഒരു കഥ ചൊല്ലട്ടുമാ. കഥയൊന്നുമല്ല കേട്ടോ, ഇത് നടന്നൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ ഈ കഴിഞ്ഞിടയ്ക്ക് അധികം ദിവസങ്ങളായില്ല, ഈ വഴിയിലൂടെ ഒരു ഫാമിലി അതുകൂടാതെ വേറൊരു ചേട്ടനും കൂടെ ഒരു വാഹനത്തിൽ ഇങ്ങോട്ട് പോരുമായിരുന്നു. നമ്മുടെ ടാറ്റയുടെ യോധ എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അവരിവിടെ പറയുന്നത് ടാറ്റ മൊബൈൽ എന്നാണ്. അങ്ങനെ ആ ഒരു വാഹനത്തിൽ ഒരു ഫാമിലിയും പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഏതോ ഒരു ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു ആ വാഹനത്തിൽ. അങ്ങനെ അവർ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന രീതി പോലെ ആയിരിക്കില്ല കയറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കയറ്റം കയറി ചെല്ലുമ്പോൾ നമ്മൾ സെക്കൻഡിലിട്ടായിരിക്കും കയറുന്നത്. അവിടെ എത്തുമ്പോഴത്തേന് ഫസ്റ്റ് ഇടാനായിട്ട് ശ്രമിക്കും. അപ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടും. ഈ ബ്രേക്ക് ചവിട്ടുമ്പോൾ എന്താ ഉണ്ടാകുക, ചിലപ്പോൾ വണ്ടി ഇപ്പോൾ ചെളിയൊക്കെ ആണെങ്കിൽ നേരെ പുറകോട്ട് വരും. അങ്ങനെ അവരിങ്ങനെ കയറ്റം കയറി വരുന്ന സമയത്ത് വണ്ടി നിൽക്കുകയോ ഓഫാകുകയോ എന്തോ ചെയ്ത് ചവിട്ടിയിട്ട് നിന്നില്ല, നിരങ്ങി പോകുന്നു. അപ്പോൾ നിരങ്ങി വരുന്ന സമയത്ത് ഭാര്യയാണ് ഇപ്പുറത്തെ സീറ്റിൽ, അതായത് കോർ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നത്. ഭർത്താവ് വാഹനം ഓടിക്കുന്നു, മറ്റേ ആൾ പുറകിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എല്ലാവരോടും പറഞ്ഞ് ചാടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം വണ്ടിക്കകത്ത് എടുത്തി ആടി, ഡോർ തുറന്ന് ചാടി. പുറകെ ഇരിക്കുന്ന ആ ചേട്ടനും പുറകെ നിൽക്കുന്ന ചേട്ടനും എടുത്തി ആടി. ഭാര്യയ്ക്ക് എടുത്തി ആടാനായിട്ട് സാധിച്ചില്ല. നേരെ നമ്മൾ ഈ കാണുന്ന പുഴയുണ്ട്, തൊട്ട് താഴെ കാണുന്ന പുഴ, ആ പുഴയിലേക്ക് പോയി പതിച്ചു. ഇവർ മരക്കൊമ്പിലൊക്കെ ഇങ്ങനെയൊക്കെ ചാടി പിടിച്ച് തൂങ്ങി പിടിച്ചൊക്കെ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. ഭാര്യ കുറച്ചുകൂടി താഴേക്ക് പോയിട്ട് തെറിച്ച് വണ്ടിക്കകത്ത് നിന്ന് പോയി. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, മരണപ്പെട്ടു. ബാക്കി രണ്ടുപേരും രക്ഷപ്പെട്ടു. അങ്ങനെ വാഹനം പിന്നെയും താഴേക്ക് പോയി. വാഹനത്തിൻ്റെ പൊടി പോലും കിട്ടിയില്ല. അവർ താഴെ പുഴയിലേക്ക് പോയിട്ട്, അന്ന് നല്ല മഴ സമയമായിരുന്നു, അപ്പോൾ നല്ല കുത്തിയൊലിച്ച് പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ അവർ വാഹനം നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞു. വാഹനത്തിൻ്റെ പൊടി പോലും കിട്ടില്ല, അതെങ്ങോട്ട് ഒഴുകി പോയെന്ന് പോലും കണ്ടില്ലെന്ന് പറഞ്ഞു. അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു വഴിയാണ് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരു വഴിയിലുണ്ട്. ഇതിപ്പോൾ അത് ഒരു ഇൻസിഡൻറ്റ് മാത്രം, ഇതുപോലത്തെ പല അപകടങ്ങളും ഇങ്ങനത്തെ വഴികളിൽ നടക്കുന്നുണ്ടെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പരമാവധി ഫസ്റ്റ് ഇട്ടങ്ങ് കയറുകയാണെങ്കിൽ പിന്നെ റിസ്ക് എടുക്കണ്ട, കയറ്റം കാല് കൊടുത്തേ കയറുക. നമ്മൾ വിചാരിക്കും കുറച്ചങ്ങ് പോയിട്ട് ഫസ്റ്റ് ഇട്ടാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് അല്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മൾ ക്ഷമയോടുകൂടി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെയും ഇരുമ്പ് പാലങ്ങൾ ഇവിടെ ഒന്ന് ഇച്ചിരി സൂക്ഷിച്ച് കയറ്റിക്കോ. അങ്ങനെ കയറിക്കോ, ഒരു സൈഡ് പിടിച്ചാൽ കയറിക്കോ. അങ്ങനെ കയറട്ടെ. എൻ്റെ അമ്മ സെറ്റ്. ബേലിപ്പാലം അല്ലേ? ബേലിപ്പാലം എന്നല്ലേ അറിയപ്പെടുന്നത്? ബേലി നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ടാക്കിയ പോലത്തെ പാലം. അതാണ് ബേലിപ്പാലം. എൻ്റെ സെക്കൻഡ് കയറില്ല, ഫസ്റ്റ് ഇട്ടോ. അങ്ങനെ കുറേയൊക്കെ ദൂരം നമ്മൾ സഞ്ചരിച്ചപ്പോഴത്തേനും പാസിപ്പറലോ
ആ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ തൊട്ട് മുൻവശത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ മനോഹരമായ ആ ഒരു പാസിപ്പർലോ ഗ്രാമം കാണാൻ സാധിക്കും. പിന്നെ വരുന്ന വഴിയിലൊക്കെ ഒരു ചെറിയ സ്കൂളൊക്കെ ഉണ്ട് പാസിപ്പർലോയിൽ. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. എന്തായാലും ഡാമും കഴിഞ്ഞ് ഇറ്റാനഗറിലേക്ക് പോകുന്ന വഴിയിൽ അത്യാവശ്യം ഒരു വലിയൊരു ഗ്രാമമാണ് നമ്മൾ ഈ കാണുന്ന പാസിപ്പർലോ. എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് വാഹനം നിർത്തി ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും അത്യാവശ്യം ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ കിടക്കുകയാണ് അങ്ങോട്ട്. പാസിപ്പർള വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയായിരുന്നു. കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ചെളിയൊക്കെ ആയിരുന്നു. ഇപ്പം നല്ല ഓഫ് റോഡായി കേട്ടോ. കല്ലൊന്നുമില്ലായിരുന്നു. ഇവിടെ പാസിപ്പർളയിൽ നിന്ന് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ, ഇറ്റാനഗറിലേക്ക് പോകുന്ന വഴിയിൽ ഇതിനിടയ്ക്ക് ഒരു പാലിൻ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ചെറിയൊരു പട്ടണമുണ്ട്. അവിടം വരെ ഇനി എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്കിനി പെട്രോൾ അടിക്കണം. പെട്രോൾ വളരെ കുറവാണ്. നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടൊന്നും തികഞ്ഞില്ല. നമ്മൾ ജാറിലും കൂടെ നിറച്ചിട്ടാണ് നമ്മൾ പാലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ ഡാമിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ ഏകദേശം പെട്രോൾ തീരാറായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇനി പാലിന് വരെ എത്തും എന്നുള്ളൊരു ഉത്കണ്ഠയും ഒരാശങ്കയും നമ്മുടെ മനസ്സിലുണ്ട്. പോയി നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. പെട്രോൾ പമ്പുകളൊന്നും നമ്മൾ ഈ സഞ്ചരിച്ച് വന്ന വഴികളിൽ ഒരിടത്തും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടും നമ്മൾ ഇങ്ങനെ നേരിടുന്നുണ്ട്. നോക്കട്ടെ, എന്തായാലും അത് പോയി നോക്കാം. എവിടെ വരെ പോകുമെന്ന് അറിയില്ല. മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ലോക്കൽ കുറേ അവിടെ ഇറങ്ങിയല്ലോ, അതിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും പെട്രോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വാഹനത്തിന് മൈലേജും കുറവാണല്ലോ പെട്രോളിൻ്റെ. ഫസ്റ്റ് ഗിയറിൽ മാത്രമാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഇടാനായിട്ട് ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല. കുറേ ദൂരമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഒരു 15 കിലോമീറ്ററോളം നമ്മളിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇങ്ങനെ കയറ്റം കയറി പോവുകയാണ്. ഈ എന്താ ഒരവസ്ഥ. ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. സുമോക്കാരൊക്കെ ആണെങ്കിൽ വാഹനം പണിയാൻ മാത്രമേ അവർക്ക് നേരം കാണുള്ളൂ. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും ആ വാഹനത്തിൻ്റെ പരിപ്പെടുക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ പരിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഉയരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. നമ്മളിങ്ങനെ മല ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഓഫ് റോഡ് താണ്ടി ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് പെട്രോൾ പമ്പ് എത്തുന്നവരെ ഇനി ഒരു സമാധാനമില്ല. പെട്രോളും കൂടി തീർന്നു കഴിഞ്ഞാൽ കുശാലായി. ഇവിടെയാനും നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അവിടെ കിടന്നുറങ്ങി ആരെങ്കിലും വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടു കൂടി മാത്രമേ പെട്രോൾ വാങ്ങിച്ച് നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തായാലും പതുക്കെ അങ്ങ് പോകാം. അങ്ങനെ പിന്നെയും നമ്മൾ വാഹനം നിർത്തി കുറേ ദൂരമായിട്ട് ഇങ്ങനെ കയറ്റം കയറി വരികയാണ്. അപ്പോൾ അത്യാവശ്യം വാഹനം ഒതുക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ട് നമ്മൾ വാഹനം ഒന്ന് ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ വാഹനം ഒന്ന് തണുപ്പിക്കണം. കയറ്റം കയറിക്കൊണ്ട് തന്നെ വരികയല്ലേ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് എഞ്ചിന്. പിന്നെ ഈ ഒരു തണുപ്പുള്ളതുകൊണ്ട് അത്ര പ്രശ്നമില്ല. എന്നാലും കുറേ നേരമായിട്ട് ഇങ്ങനെ ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ വന്ന് കുറേ നേരം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എഞ്ചിന്. അപ്പോൾ എന്തായാലും ഒന്ന് തണുപ്പിച്ചിട്ടും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇനി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മൾ വന്ന വഴിയും അതോടൊപ്പം തന്നെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കുറേ ദൂരം വരെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇപ്പോൾ മൂടൽമഞ്ഞ് വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ അല്ല. എന്നാലും കണ്ണുകൾ കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കും. ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. തൊട്ട് താഴ്വാരത്തൊക്കെ ഓരോ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിലൂടെയൊക്കെയാണ് കടന്നു വന്നത്. വളഞ്ഞ് കിടക്കുന്ന വഴികളും, അതായത് പാമ്പ് പോലെ ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന വഴികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. എന്തായാലും വളരെ മനോഹരമായൊരു വനപ്രദേശത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പിന്നെയും കുറേ ദൂരം സഞ്ചരിച്ചിരിക്കുകയാണ് നമ്മളിങ്ങനെ. ഇപ്പോൾ ഏകദേശം സമയം 2 മണി അടുപ്പിച്ചാകാറായി. രാവിലെ 8 മണി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്ര ദൂരം ഓഫ് റോഡ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും നമ്മളിങ്ങനെ ഒരു മല ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു കുറച്ചുകൂടിയൊക്കെ ദൂരം പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രധാന ഒരു വഴിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇറ്റാനഗറിലേക്കുള്ള ഒരു പ്രധാന വഴിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് അത്യാവശ്യം നല്ല റബ്ബറൈസ്ഡ് വഴിയാണ്. പക്ഷേ അത് അധികം ദൂരം പോകാനായിട്ട് സാധിക്കില്ല. ആ വഴിയിൽ എവിടെയോ വെച്ച് മണ്ണിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വഴി കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, മണ്ണിടിഞ്ഞ ഭാഗം നീക്കിയില്ല എങ്കിൽ നമ്മൾ വേറെയും ഇതുപോലത്തെ ഓഫ് റോഡ് വഴിയിലൂടെ, അതായത് വില്ലേജിനകത്തൂടെയൊക്കെയുള്ള കുറേ വഴികളുണ്ട്, അതിലൂടെയൊക്കെ കയറി വേണം പിന്നെയും നമ്മൾ ആ വഴിയിലേക്ക് തന്നെ ജോയിൻ്റ് ആകുന്ന വേറൊരു വഴിയിലേക്ക് ചെന്ന് ചേരാനായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ നേരിടുന്നുണ്ട്. ഭാഗ്യം പോലെ ഇരിക്കും. അവിടെ ചെന്നിട്ടൊന്ന് അന്വേഷിക്കണം ആരോടെങ്കിലും.
മണ്ണ് നീക്കിയോ എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു JCB. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇനിയിപ്പോൾ അധികം ദൂരമില്ല. നല്ല വഴിയിലേക്ക് ചെന്നെത്തുന്ന സ്ഥലം സംഗ്രാം എന്നാണ് അത് അറിയപ്പെടുന്നത്. സംഗ്രാമിൽ ചെന്നിട്ട് ഒന്ന് അന്വേഷിക്കണം. ആ വഴി ഓക്കെ ആണെങ്കിൽ നമ്മളതിലെ നല്ല വഴിയിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ പിന്നെയും തിരിഞ്ഞ് ഇതുപോലെ ഓഫ് റോഡ് താണ്ടി വേണം പോകാനായിട്ട്. കുറേ നേരമായി. എത്ര നേരമായെന്നറിയോ? ഇരുന്നിരുന്ന് മടുത്ത് ഓടിച്ചോടിച്ച് സാറ് മടുത്തു. അങ്ങോട്ട് പിന്നെ ഞാൻ ഫുള്ള് ഓടിച്ചു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞാനാണെങ്കിൽ നല്ല രീതിയിൽ മടുത്തു. ഇത്രയും ദൂരമൊക്കെ ആദ്യമായിട്ടൊരു വഴിയിലൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ, നമുക്ക് ഒരുപാട് ദൂരം തോന്നും. ഒരു 3-4 തവണയൊക്കെ വന്ന് ഇതിലെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് അത്ര ദൂരമായിട്ട് തോന്നുകയില്ല. പക്ഷേ ആദ്യമായിട്ട് സഞ്ചരിക്കുന്ന ഒരാൾ ഇത് കാണുമ്പോൾ പറയും, എൻ്റെ പൊന്നോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തന്നെ ചിലപ്പോൾ വിചാരിക്കും. ഇങ്ങനെയാണ് ഗ്രാമങ്ങൾ, ഉള്ളിലുള്ള ഗ്രാമങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ഏറ്റവും ഉള്ളിലുള്ള ഗ്രാമം. പിന്നെ നമുക്ക് മനസ്സിലാക്കും ഇതൊന്നും അല്ല ഏറ്റവും ഉള്ളിലുള്ള ഗ്രാമമെന്ന്. അതിങ്ങനെ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതങ്ങനെ എന്തായാലും നമുക്കിനി മുന്നോട്ടുള്ള യാത്ര പിന്നെയും തുടരാം. ഇനിയിപ്പം സംഗ്രാം എത്തിയിട്ട് ആരോടെങ്കിലും ചോദിക്കട്ടെ ആ വഴി നന്നാക്കിയോ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നന്നാക്കിയെങ്കിൽ നമ്മൾ ആ വഴി മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ പിന്നെയും ഓഫ് റോഡൊക്കെ താണ്ടി നമ്മൾ പാലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെയാണ് നമുക്ക് പെട്രോൾ പമ്പ് ഉള്ളത്. പെട്രോൾ അടിക്കാതെ ഇനി ഒരടി മുന്നോട്ട് പോകാനും സാധിക്കുക അവിടെ നിന്ന്. കാരണം പെട്രോൾ ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ. പിന്നെ ചെറിയ രീതിയിലൊരു വിശപ്പൊക്കെ ഉണ്ട്. കാരണം നല്ല രീതിയിൽ ടയേർഡായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടാണ് കഴിച്ചത്. കാരണം നമുക്ക് യാത്ര പോകണം, അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അവർ ഉണ്ടാക്കിയത്. അതും കഴിച്ചിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. അപ്പോൾ അതങ്ങനെ എന്തായാലും പോകാം മുന്നോട്ട്. ഈ കാണുന്ന വഴി കണ്ടോ, ഇവിടെ മുഴുവനും മല ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഭാഗം മുഴുവനും തൊട്ട് താഴെ കൂടെ പുഴ ഒഴുകുന്നു. അതിൻ്റെ അപ്പുറത്തൂടെയാണ് നമ്മൾ പറഞ്ഞ ആ റബ്ബറൈസർ റോഡ്. അപ്പോൾ അവിടെ ഒരു ഇരുമ്പിൻ്റെ പാലമുണ്ട്, അങ്ങോട്ട് എത്തണം. പക്ഷേ ഇവിടം വരെ എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ടാസ്ക് കൂടുതലുണ്ടോ. ഇതാണ് വഴിയുടെ അവസ്ഥ. ഇതൊക്കെ രാത്രി വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഫീല് എന്താ ഇവിടെ ഉള്ളതെന്നോ എന്താ സംഭവിക്കുന്നതോ ഒന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഒറ്റയ്ക്കാകുമ്പോഴത്തേനും നല്ലപോലെ പേടിച്ചു പോകും. തൊട്ട് താഴെ പുഴ ഒഴുകുന്ന സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കത്തുള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിച്ചൊക്കെ കാണാൻ പറ്റും ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ താഴ്ചയും തോന്നും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിലൂടെ കടന്നു പോയത്. എന്തായാലും ഇനിയും കുറച്ചുകൂടിയൊക്കെ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ നിന്ന് കുറേ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ സംഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് പിന്നെയും നമ്മൾ താഴേക്ക് വളഞ്ഞ് വേണം വേറൊരു വഴി കൂടെ ഇറ്റനഗറിലേക്ക് പോകാനായിട്ട്. സംഗ്രാമിൽ ഞാൻ പറഞ്ഞില്ല അവിടെ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ പണി തീർന്നതെന്ന് അറിയില്ല, നമുക്ക് അന്വേഷിക്കാം. മണ്ണിടിഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരെ അങ്ങനെ പോകും. അതല്ലെങ്കിൽ സംഗ്രാം വഴി നമ്മൾ നേരെ ഗ്രാമത്തിനുള്ളിലൂടെയൊക്കെ പോയി പാലിനിലേക്ക് പോകുന്നതായിരിക്കും. എൻ്റെ പൊന്നെ, ഈ ഒരു വഴിയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവരെങ്ങനെ ഇതിങ്ങനെ അരിഞ്ഞ് സെറ്റാക്കിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു വഴി പോയപ്പോഴത്തേനും മറുവഴിയായിട്ട് അവരുണ്ടാക്കിയതാണ്. എന്തായാലും ഇനി അവിടെ കിടക്കുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പതുക്കെ അങ്ങ് പോവാം. അല്ല അപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ. എൻ്റെ അമ്മോ. അങ്ങനെ പാലം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഈ ഒരു ഇറക്കം കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വഴിയിലേക്ക് കുറച്ച് ദൂരം ഓടിക്കാൻ ആശ്വാസത്തിനെത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതുമില്ല. പിന്നെ കുറേ അങ്ങ് പോയി കഴിയുമ്പം ഒരു 10-30 കിലോമീറ്ററാണെന്ന് തോന്നുന്നു ഗ്രാമത്തിനുള്ളിലെ വഴിയിലൂടെ പോകേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വഴിയാണ്. ഇറ്റനഗർ വരെ നല്ല വഴിയാണ്. എന്തായാലും ഇവിടെ ആണ് കുറച്ച് പാട്. എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ കണ്ടോ മുഴുവനും ഇങ്ങനെ മലയിടിഞ്ഞിങ്ങനെ പോന്നേക്കുക. ഈ BR ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ഇവരിതുപോലത്തെ പാലങ്ങളൊക്കെ നിർമ്മിച്ച് എപ്പോഴും അവരിങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. അപ്പം ആൾക്കാർക്കൊരു സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും അവരെപ്പോഴും നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ജനസംഖ്യ ഇവിടെ കുറവാണെങ്കിലും വഴിയൊക്കെ അവർ മാക്സിമം എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെയും ബുദ്ധിമുട്ടിക്കാതെ പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവർക്കും വില്ലേജുകളിൽ എത്താനും അവരുടെ പ്രധാനപ്പെട്ട നഗരമായ ഇറ്റാനഗറിലേക്ക് എത്താനൊക്കെ ആയിട്ട് അവർ എപ്പോഴും വഴികളൊക്കെ പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും അതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ നമ്മൾ പാലത്തിലേക്ക് എത്തിച്ചേർന്നു. അല്ല സാറേ, ഇനി കുറച്ച് ദൂരം നമുക്ക് ആശ്വാസകരമായിട്ട് വണ്ടി ഓടിക്കാം. അധികം ദൂരമില്ല, കുറച്ച് ദൂരം 3-4 ഗിയർ. അതാണ്. ഇനി സാറിന് ഒരു 3ാമത്തെ ഗിയറിടാൻ പറ്റുന്നൊരു അവസരം ഞാൻ നൽകുകയാണ്. ഇപ്പോഴല്ല, കുറച്ചുകൂടെ അങ്ങ് പോട്ടെ. എൻ്റെ അമ്മോ, ഇത് അത്യാവശ്യം വലിയൊരു പുഴയാണ് കേട്ടോ. നമ്മളെ കാറുകാരൻ കാണുന്നുണ്ടാവോ ആർക്കറിയാം. ചോട്ട് വിടും. ഇച്ചിരി അങ്ങോട്ട് ചേർത്ത് നിർത്തി, അങ്ങനെ നിർത്തി. ഇല്ലില്ല, അവിടെ ഓക്കെയാണ്. ഇപ്പോൾ ധൈര്യമായിട്ട് നോക്കുക. അവിടെ നമ്മുടെ വണ്ടി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുമക്കാരൻ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ ഒന്നാമത് സ്പേസ് ഇല്ല.
കുഴപ്പമില്ല, ഒരു അഡ്ജസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് നിർത്താം, എന്നാലും പാടാം. എന്തായാലും അവരവിടെ വെയിറ്റ് ചെയ്തു. നമുക്കിനി അവിടെ ചെന്ന് അവരെ കിടത്തിവിടാം. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല. ആകെ നല്ല വഴിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓ എൻ്റെ അമ്മേ, ഈ പറഞ്ഞതുപോലെ ഒരുപാട് സൈഡ് ചേർക്കണ്ട, അവിടെ നമ്മൾ ഇടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങോട്ട് നോക്കി കണ്ടോ, ഇതാണ് അവസ്ഥ. എൻ്റെ അമ്മ, ഹേ, നല്ല വഴിയെത്തി, റബ്ബറൈസർ വഴിയെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. യെസ്. ഓ എൻ്റെ അമ്മോ, നമ്മൾ വന്ന വഴി കാണണ്ടേ? ഇതോ ആ കാണുന്ന മലയൊക്കെ ഇറങ്ങിയിട്ടാണ് വന്നത്, അങ്ങനെയാണ് വന്നത്. എൻ്റെ പൊന്നേ മതി. ഇതാ അവിടെയൊക്കെ ആ മണ്ണ് കണ്ടോ, അതിലൂടെയൊക്കെ ആ മണ്ണിട്ട വഴിയിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു. എന്തായാലും കൊള്ളാം. നമ്മൾ ആ കാണുന്ന മലയുടെ മുകളിൽ നിന്നാണ് വന്നത്. കണ്ടോ, അവിടെ ഒരു ചെറിയ ടവറൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിങ്ങനെ ഈ ഒരു മല ഇറങ്ങി ഈ കാണുന്ന വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണേ, എത്ര ഹൈറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നേക്കുന്നതെന്ന്. 5ാമത്തെ ഗിയറിലാണ് ഓടിക്കുന്നത്. അങ്ങനെ സാർ 5ാമത്തെ ഗിയറും ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത ഇതിനോടകം അറിയിച്ചു കൊള്ളുന്നു. സംഗ്രാം, അങ്ങനെ ഒരു ബോർഡും ഉണ്ട്, സംഗ്രാം എന്ന് പറഞ്ഞ്. എന്തായാലും സംഗ്രാം എത്തി. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം കേട്ടോ സാറേ പോകാനായിട്ട്. സംഗ്രാമിൽ നിന്ന് തിരിയേണ്ട ഒരു സ്ഥലം എവിടെയോ ഉണ്ട്. ചോദിക്കാം, നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് അന്വേഷിക്കാം. അതെ, അത് നമുക്ക് ചോദിക്കാം. വഴി ക്ലിയർ ആയോന്ന്. പാലിൻ ആ നീച്ചേനാ ടീക്കെ. അപ്പോൾ പോട്ടെ, കുറച്ചര മുന്നോട്ട് പോയിട്ട് താഴേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മുടെ ഉദ്ദേശം നടക്കില്ല. മുന്നോട്ടുള്ള വഴി ബ്ലോക്കാണ്. വഴിയിൽ വെച്ചൊരു പയ്യ പറഞ്ഞു അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ കുറച്ച് താഴേക്ക് പോയിട്ട് ഡിവിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി ഗ്രാമത്തിനുള്ളിലൂടെ ഒരു വഴിയിലൂടെയൊക്കെ പാസ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ഈ കാണുന്ന വഴിയിലേക്ക് തന്നെ ചെന്ന് ചേരാൻ സാധിക്കും. അതായത് പാലിൻ റോഡിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ വന്നതും ആ വഴി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വഴി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിനി അങ്ങനെ പോകുന്നതായിരിക്കും. ഓ, ഇവിടെ വെണ്ടയ്ക്കാൻ വഴി എഴുതി വെച്ചിട്ടുണ്ട്, റോഡ് ക്ലോസ്ഡ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ല, ലെഫ്റ്റ് എടുത്തോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെയും ഗ്രാമത്തിനുള്ളിലെ വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാ പോകുന്നൊരു സാധനം, ഇതാ ഒരുത്തൻ ചവിട്ടി പിടിച്ച് പോയിട്ടുണ്ടല്ലോ. അത്യാവശ്യക്കാരനാണെന്ന് തോന്നുന്നു, പോയിട്ട് വെറുതെ ഇരിക്കാനുള്ളതാണ്. തരുവാട്ടെ, ജിപ്സിയായിട്ട് പറപ്പിക്കുന്നുണ്ട്. ജിപ്സി ആയതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു സാറേ. കരക്കാർ തമ്മിലൊരു സ്നേഹമാണല്ലോ, പോയാൽ നല്ലതാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് പാവല്ല, പോട്ടെ. കുറച്ച് ടാർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും വഴി മോശമുണ്ട് കുറേ ഭാഗങ്ങൾ. അങ്ങനെ ചെറുതായിട്ടാണെങ്കിലും ഓഫ് റോഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഓ, ഇവിടെയും മലയൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറേ ഭാഗങ്ങൾ ടാർ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ വന്ന അത്രയും റോഡിൻ്റെ ഒരു കാഠിന്യം ഇവിടെ എന്തായാലും ഇല്ല. അത്രയും എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നേരിടുന്നില്ല. പിന്നെ ഇത് കുറച്ചുകൂടെ സേഫാണ്, കുറച്ചുകൂടെ വീതിയുണ്ട് റോഡിന്. നമ്മൾ വന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തീരെ വീതിയില്ലാത്ത വഴിയായിരുന്നു. ഇവിടെ പിന്നെയും കുറച്ചുകൂടിയൊക്കെ വീതിയുണ്ട്. എന്ന് പറഞ്ഞ് ഒരുപാട് വീതിയല്ല കേട്ടോ, 2 വാഹനങ്ങൾക്കൊക്കെ കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റും, അങ്ങനത്തെ ഒരു വഴി. അപ്പോൾ എന്തായാലും അങ്ങനെ ചെറിയ രീതിയിലുള്ള ഓഫ് റോഡൊക്കെ താണ്ടി നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ ഒരു ഓറഞ്ച് വിൽക്കുന്ന ഒരു ചെറിയ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഓറഞ്ചും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓറഞ്ചൊക്കെ കഴിച്ച് നമുക്ക് മുന്നോട്ടുള്ള യാത്രയൊക്കെ തുടരാം. ഇപ്പോഴല്ല, മുന്നോട്ടെന്ന് മീൻസ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓറഞ്ച് കഴിച്ച് പോകാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഓറഞ്ച് വാങ്ങിക്കട്ടെ. ഇവിടെ ഒരു ദീദിയുണ്ട്, ദീദിയാണ് ഓറഞ്ച് വിൽക്കുന്നത്. ഓറഞ്ച് 100 है ना? मीठा है, बिल्कुल मीठा. काचे देखो. काचे देखो. मीठा होने से तोड़ दो, मीठा होने से ले लो. കഴിച്ചു നോക്കാനാണ് പറയുന്നത്. അതാണ്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ പിന്നെ അറിയാലോ നമുക്ക്. काचे देखो. കഴിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊള്ളാന്ന് പറയാം. തീർച്ചയായും. അടിപൊളി അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചതിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ല, എന്നാലും ठीक है. നമ്മുടെ നാട്ടിലേക്കാളും ടേസ്റ്റ് ഉണ്ട്. അതുണ്ട്. ठीक है. അപ്പോൾ ഇതാ ഈ വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ കയറി വന്നത്. കണ്ടോ, ഇവിടെ കണ്ടോ റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ആ മെയിൻ റോഡിലേക്ക് ജോയിൻ്റ് ആവുന്നു. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ വന്ന് ഇതിലേക്ക് ജോയിൻ്റായി. അവിടെ ആ വഴിക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമ്മുടെ വണ്ടി വാഹനം പാർക്ക് ചെയ്തേക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഓറഞ്ച് വാങ്ങിച്ചത്. ഇനി നമ്മൾ ഈ വഴിയിലൂടെ തന്നെ ഇനി മുന്നോട്ട് യാത്ര പോകുന്നതാണ്. നോക്കിയേ, ഒരു മലയുടെ ഹൈറ്റ്. അങ്ങനെ എന്തായാലും അമ്മച്ചടയിൽ നിന്ന് ഓറഞ്ചൊക്കെ വാങ്ങിച്ചു, 1-2 കഴിച്ചു. പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ്.
ഇനിയിപ്പം അധികം ദൂരമില്ല പാലിൻ എന്ന ആ ഒരു സ്ഥലത്തേക്ക്. 20 കിലോമീറ്ററാണ് മാക്സിമം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് പെട്രോൾ അടിക്കണം, അത്യാവശ്യം അതാണ്. പറ്റ എത്തിയിരിക്കുകയാണ് അല്ലേ സാറേ? അതാണ് എൻ്റെ ഒരു ആശങ്ക. പറ്റ എത്തിയിരിക്കുകയാണ്. 20 കിലോമീറ്റർ ഓടി എത്തിയാൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആശങ്ക. ഞാൻ ഒരു കാലത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയി കിട്ടാൻ സാധ്യതയില്ല. ജാറിലും വാങ്ങിച്ചോണ്ട് പോയി അതും തീർന്നെന്നൊക്കെ പറയുമ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക? വേറെ നിവൃത്തിയില്ല. വഴി കിടക്കില്ല, എത്തും. എത്തും എല്ലാവരും വിശ്വാസം. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോയിട്ട് പെട്രോൾ അടിക്കുന്ന ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പരിപാടി ബാക്കി. എന്തായാലും ഓറഞ്ച് നല്ല മധുരമാണ് കേട്ടോ. അമ്മച്ചി പറഞ്ഞത് കറക്റ്റാണ്, നല്ല മധുരമാണ് ഓറഞ്ചിന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോൾ നമുക്ക് ഓറഞ്ച് തോട്ടത്തിൽ നിന്ന് ഓറഞ്ച് ഡയറക്റ്റ് പറിച്ച് നമ്മൾ കഴിച്ചു. അത് വേറൊരു ഫീലായിരുന്നു. എന്നാലും അതിൻ്റെ അത്രയും തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഓറഞ്ചാണ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ 2-3 ദിവസമായി കാണും ഇവർ പറിച്ച് വെച്ചിട്ട്. ഡയറക്റ്റ് ഒരു സാധനം പറിച്ച് അപ്പോഴേ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ന് വെച്ചത് മോശമെന്നല്ല, എന്തായാലും ഇതും കൊള്ളായിരുന്നു. അങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ച് തൽക്കാലം സംതൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര പിന്നെയും തുടരുന്നു, പാലിൻ ലക്ഷ്യമാക്കി. പാലിൻ 3, ഇറ്റാനഗർ 154. നമുക്ക് പോകേണ്ടത് 154 കിലോമീറ്റർ സഞ്ചരിച്ച് ഇറ്റാനഗറിനാണ്. അങ്ങനെ പാലിൻ ആ കാണുന്ന മലഞ്ചെരുവിലാണ് കേട്ടോ. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലിൻ പട്ടണം കാണാൻ സാധിക്കും. എന്തായാലും ഭാഗ്യത്തിന് പെട്രോൾ തീർന്ന് വഴി കിടക്കാതെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായൊരു കാര്യം. അങ്ങനെ പാലിൻ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് പെട്രോൾ പമ്പുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്നാണ് അടിച്ചത്. നയരാട് ഒരു പമ്പുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ നേരെ ഇറ്റാനഗറിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഇരുട്ടായി. അധികം താമസിക്കാതെ ഫുഡ് കഴിക്കാം. നല്ല രീതിയിൽ ടയേർഡായി, കാരണം കുലുങ്ങി ഒരു പരുവായി. ഇനി ഫുഡും കൂടെ കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. നല്ല രീതിയിൽ അല്ലെങ്കിൽ അസിഡിറ്റി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓൾറെഡി ഉണ്ട്, എന്നാലും അത് കൂട്ടണ്ടല്ലോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. കഴിച്ചിട്ട് ബാക്കി വിശേഷം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന് കാറിലേക്ക് കയറി കേട്ടോ. ഇരുട്ടായി, ലൈറ്റ് കണ്ടില്ലേ, ഇരുട്ടായി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പെട്രോൾ അടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ പോകുന്നു, പെട്രോൾ അടിക്കുന്നു. നമ്മൾ നേരെ ഇനി ഇറ്റാനഗറിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. ഏകദേശം ഒരു 150 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് ഇറ്റാനഗറിന്. പിന്നെ നമ്മൾ കഴിച്ചത് എന്തൊക്കെയായിരുന്നു? ചിക്കൻ ചൗമീൻ. കൂട്ടത്തിൽ സൂപ്പും കിട്ടി, ഫ്രീ. സൂപ്പ് ഫ്രീ ആയിരുന്നു തോന്നുന്നു. പിന്നെ ഒരു ചായയും കുടിച്ചു. ചായക്ക് 30 രൂപ, ചൗമീന് 90 രൂപ, ഹാഫാണ് വാങ്ങിച്ചത്. പിന്നെ സൂപ്പ് പിന്നെ ഫ്രീ ആയിരുന്നു. പിന്നെ ഒരു കുപ്പി ബോട്ടിൽ വെള്ളവും കുടിച്ചു. അപ്പോൾ എല്ലാം കൂടെ 10-250 രൂപ കേട്ടോ. എന്നാലും നഷ്ടമില്ല, നല്ല വൃത്തിയായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേനൊരു ആശ്വാസമായി. ഇപ്പോഴാണ് ഒരു ശ്വാസം വേണത്. ഇനി കുറച്ചുകൂടെ ശ്വാസം വീഴാനുണ്ട്. അവിടെ ചെന്നിട്ട് ഇനി പെട്രോൾ ഇല്ലെങ്കിൽ അതിനേക്കാളും പണിയാവും. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ പെട്രോളും ഡീസലൊക്കെ കരുതിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ ഇല്ലെങ്കിൽ ഇനി അടുത്ത പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഇറ്റാനഗർ അടുപ്പിച്ച് ചെല്ലുന്ന സ്ഥലങ്ങളിലാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ അകലെയാണ് ഇനി അടുത്ത പെട്രോൾ പമ്പ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ നേരെ വിട്ടടിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ വഴിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല വഴിയാണ്, നല്ല ടാർ ചെയ്ത വഴിയാണ്. പിന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ മലയിടിഞ്ഞിട്ടുണ്ട്, നമ്മൾ വരുന്ന വഴി കണ്ടതുപോലെ. അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യമല്ല, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോയുടെ തുടക്കത്തിൽ, എത്ര ദുർഘടം പിടിച്ച പാതയിലൂടെയാണ് നമ്മൾ ഇറ്റാനഗറിൽ നിന്ന് ഈ ഡാമിൽ നിന്ന് ആ ഒരു വില്ലേജിലേക്ക് എത്തിച്ചേർന്നതെന്നുള്ളത്. അത് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതെന്തായാലും നിങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ റോഡിൻ്റെ ഭീകരതയൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ത്യൻ സ്റ്റേറ്റ് ചാപ്റ്റർ 1ൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഏവർക്കും ബൈ.